ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സിൻ്റെ ഒരു റിവിഷനാണ്. സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് നോക്കി Okay, അപ്പം what are semiconductors? Define two type of semiconductors. അപ്പോൾ ആദ്യം നമുക്കത് നോക്കാം. സെമി കണ്ടക്ടേഴ്സ് നമുക്കറിയാം. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്ന ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്യുവർ ഫോമിലാണെങ്കിൽ സിലിക്കോണും ജെർമേനിയവും, പിന്നെ കോമ്പൗണ്ട് ഫോം ആണെന്നുണ്ടെങ്കിൽ ഗാലിയം ആർസനൈഡ് ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനിയും സെമി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്സ് ഉണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഇതിനകത്ത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ്. എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ട് നിൽക്കുക, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. സിലിക്കൺ, പ്യുവർ ഫോം ഓഫ് സിലിക്കൺ ഇസ് എ സെമി കണ്ടക്ടർ. പ്യുവർ ഫോം ഓഫ് ജെർമേനിയം ഇസ് എ ടൈപ്പ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇനി എക്സ്ട്രിൻസിക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിനകത്ത് അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നു, ഡോപ്പ് ചെയ്യുന്നു. മെത്തേഡിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന്. അപ്പം ഇങ്ങനെ നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്ന പുതിയൊരു സെമി കണ്ടക്ടറാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇംപ്യൂർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആയിരിക്കും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇനി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെയാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എൻ ടൈപ്പും പി ടൈപ്പും. ഇപ്പം നമ്മൾ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് വരുന്നവർ, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഡോപ്പ് ചെയ്തുണ്ടാവുന്ന സെമി കണ്ടക്ടറാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. കാരണം എന്താ, സിലിക്കൺ എടുത്തു കഴിഞ്ഞാൽ സിലിക്കണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആകുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ബോണ്ടിങ്ങിന് ഏർപ്പെട്ടതിന് ശേഷം ഒരു ഇലക്ട്രോൺ എന്ത് വരും, അധികം വരും. അപ്പോൾ ഒരു ഇമ്പ്യൂരിറ്റിനെ ഡോപ്പ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെ നമ്മൾ കുറേ ഇമ്പ്യൂരിറ്റീസിനെ ഡോപ്പ് ചെയ്താലോ, ഇമ്പ്യൂരിറ്റീസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ അളവും കൂടും. അപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി ചാർജ് ക്യാരിയർ അല്ലെങ്കിൽ ഇവിടെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ആരാ, ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവരെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനിയും പി ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കിയാലും ഇതേപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. ട്രൈവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഗാലിയം, ഇൻഡിയം, അലൂമിനിയം പോലെയൊക്കെയുള്ള മെറ്റീരിയൽസ്. ഇപ്പം ഇവരുടെ 3ഉം സിലിക്കണിലേക്കാണല്ലോ നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. അപ്പം സിലിക്കണിൻ്റെ 4. അപ്പം ഇത് ബോണ്ട് ചെയ്യുമ്പം സിലിക്കണിൻ്റെ ഒരു ഇലക്ട്രോണിനെ ബോണ്ട് ചെയ്യാൻ ഇപ്പുറത്തെ ഇലക്ട്രോൺ ഇല്ലാണ്ട് വരും. അപ്പോൾ അതൊരു ഹോളായിട്ട്, അതൊരു ഡെഫിഷ്യൻസി ആവും, അത് ഹോളായിട്ട് മാറും. അപ്പം ഇതുപോലെ നമ്മൾ ഇമ്പ്യൂരിറ്റീസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഹോളിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്ക് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണെന്ന് പറയാം, ഹോൾ ആണെന്ന് പറയാം. അതുകൊണ്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾ ആണ്. ഹോളിനെ നമ്മൾ പോസിറ്റീവായിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പി എൻ ജംഗ്ഷൻ ആണ്. പി എൻ ജംഗ്ഷൻ്റെ ഫോർമേഷനും ഇതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സും. ഇതുകൂടാതെ ഈ ഒരു ചാപ്റ്ററിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ബാൻഡ് ഡയഗ്രാംസ് ഉണ്ട്, എനർജി ബാൻഡ് ഡയഗ്രാം. ഇപ്പം പി എൻ ജംഗ്ഷൻ്റെ തന്നെ ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്, അതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോണം. കാരണം അതൊക്കെ ചോദിക്കാം. പക്ഷെ ഇതെല്ലാം കൂടി പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോവും. അതുകൊണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കാം. അപ്പം ഇത് ഉറപ്പായിട്ടും നോക്കണം. പി എൻ ജംഗ്ഷൻ്റെ ഫോർമേഷനും പി എൻ ജംഗ്ഷൻ്റെ ഐ വി ക്യാരക്ടറിസ്റ്റിക്സും എഴുതാൻ അറിഞ്ഞിരിക്കണം. പി എൻ ജംഗ്ഷൻ്റെ ഫോർമേഷൻ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും കൂടി നമ്മൾ എന്ത് ചെയ്തു, ഒരു സിലിക്കൺ ക്രിസ്റ്റൽ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് എൻ ടൈപ്പ് ആക്കും, ഒരു സൈഡ് പി ടൈപ്പ് ആക്കും. അങ്ങനെ അതെന്തായി, ഒരു പി എൻ അവിടെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് നമ്മൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട് വേണം നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിച്ചാലും. നമുക്കറിയാം ഈ സൈഡിലിരിക്കുന്നത് ഈ ഗ്രീൻ കളർ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്, യെല്ലോ എന്ന് പറയുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഇവർ തമ്മിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ആക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഫ്ലോ സംഭവിക്കും. കാരണം സ്വാഭാവികമായിട്ട് ഒരു സൈഡിൽ പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവും ആണല്ലോ. അപ്പം നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ
ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. നിങ്ങൾക്ക് കാണാം, നോക്കിക്കോ, ഇവിടെ നോക്കിയാൽ അറിയാം, എല്ലാം ഇലക്ട്രോൺസ് ആണ്. മൈനോറിറ്റി ഹോൾസ് ഉണ്ട്, കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പോസിറ്റീവ് ചാർജസ് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് നമ്മുടെ ഹോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇവർ തമ്മിലൊരു റീകോമ്പിനേഷൻ, ഇലക്ട്രോണും ഹോളും തമ്മിലൊരു റീകോമ്പിനേഷൻ നടക്കും. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ റീകോമ്പിനേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ. അപ്പം എന്ത് ചെയ്യും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ മൂവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ, ഒരു പൊട്ടൻഷ്യൽ ബാരിയർ, ഡിപ്ലീഷൻ ലെയർ എന്നൊക്കെ നമ്മൾ പറയും, അത് ഫോം ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടി മൂവ് ചെയ്ത് നമ്മുടെ പി ടൈപ്പിന്റെ ഈ ബോർഡർ പോയിന്റ്, ഈ ഒരു ഇന്റർഫേസ് റീജിയണിൽ നിറയെ അങ്ങ് ഇലക്ട്രോൺസും, അതേപോലെ തന്നെ എൻ ടൈപ്പിന്റെ ഈ ഒരു ഇന്റർഫേസിൽ നിറയെ ഹോൾസും വന്നിട്ട് ഇവരിങ്ങനെ എന്ത് ചെയ്യും, ഇനി മറ്റൊരാളെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഇവർ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബാരിയർ അങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുമ്പം എന്താ സംഭവിക്കുന്നത്, ഈ ഏരിയയിൽ ഇലക്ട്രോൺസ് വന്നിട്ട് ഒരു ഇന്റർഫേസ് ഫോം ചെയ്ത് നിൽക്കും. അപ്പോൾ ഇലക്ട്രോണും കൂടെ എന്താവും, റിപ്പൽ ആയിപ്പോവും. അപ്പം പിന്നെ ഈ എൻ ടൈപ്പിൽ നിന്നും ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുന്നു. ഇതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് വിളിക്കുന്നത്. കാരണം നമുക്കറിയാം ഇവിടെ ഒരു പൊട്ടൻഷ്യലാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. കണ്ടോ, ഈ സൈഡ് മൊത്തം പോസിറ്റീവും ഈ സൈഡ് മൊത്തം നെഗറ്റീവും, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് പൊട്ടൻഷ്യലിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. ബാരിയർ പൊട്ടൻഷ്യൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് മൂവ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള ഈ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പം ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായി, മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിഫ്യൂഷൻ കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങ് കുറയാൻ തുടങ്ങി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നമുക്കറിയാം, ഇവിടെ കണ്ടോ, രണ്ടിടത്തും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ട്. എൻ ടൈപ്പിനകത്ത് പോസിറ്റീവും പി ടൈപ്പിനകത്ത് നെഗറ്റീവും, അതാണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം പതുക്കെ ഡിഫ്യൂഷൻ കറണ്ട് കുറയും. അപ്പോൾ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് തുടങ്ങും. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് വിളിക്കുക. അപ്പം ഡിഫ്യൂഷൻ കറണ്ട് ഇപ്പം ഇല്ല, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ ഡ്രിഫ്റ്റ് കറണ്ട് കുറഞ്ഞു വരും. പക്ഷെ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ഡ്രിഫ്റ്റ് കറണ്ട് പതുക്കെ കൂടി വരുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഡിഫ്യൂഷൻ കറണ്ട് കുറയുന്നു, ഡ്രിഫ്റ്റ് കറണ്ട് പതുക്കെ കൂടുന്നു. രണ്ടും കൂടെ എന്തായിട്ട് വരും, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരും അല്ലെ. രണ്ടും കൂടി ഒരു സെയിം സ്റ്റേജിലേക്ക് എത്തും. അപ്പൊ ഇതിനെയാണ് നമ്മൾ നെറ്റ് കറണ്ട് ഓഫ് എ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു 0 എന്ന് പറയാം. കാരണം എപ്പോഴും ഈ ഡിഫ്യൂഷനും ഡ്രിഫ്റ്റും ബാലൻസ് ആയിട്ടിരിക്കും പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ അൺബയാസ്ഡ് കണ്ടീഷൻ, ബയാസിങ് അല്ലാത്ത കണ്ടീഷനായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. ഇനി നിങ്ങൾക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ പി ടൈപ്പിന്റെ അവിടേക്ക് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിയും എൻ ടൈപ്പിന്റെ അവിടേക്ക് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിയും കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ആവും. തിരിച്ചാ കൊടുക്കുന്നത്, പിയുടെ അവിടെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിയും എന്നിന്റെ അവിടെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ രണ്ട് ബയാസിങ്ങും നമുക്ക് പി എൻ ജംഗ്ഷൻ വെച്ചിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് എ പി എൻ ജംഗ്ഷൻ. ബയാസിംഗ് ഒക്കെ വേറെ കണ്ടീഷനാണ്. അതിന്റെ ബാൻഡ് ഡയഗ്രം ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോണം. ഫോർവേഡ് ബയാസിംഗ് ചെയ്യുമ്പം ബാൻഡ് എങ്ങനെയാണ്, ബാറ്ററി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് നോക്കിക്കോണേ. നമ്മൾ ലെക്ചേഴ്സിനകത്ത് അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഐ വി ക്യാരക്ടറിസ്റ്റിക്സും വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷനകത്ത് നമ്മൾ 3 കേസസ് ആയിരിക്കും നോക്കുന്നത്. സീറോ ബയാസും ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും. അപ്പം സീറോ ബയാസ് നമുക്കറിയാം, സീറോ ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന കണ്ടീഷനാണ്. പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും എന്ന് പറയുന്നത് എന്താ ഈക്വൽ ആയിട്ട് നിൽക്കുക, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ. അതുകൊണ്ട് നമുക്കിവിടെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം കറണ്ട് ഇല്ലല്ലോ. ഇനിയും എവിടെയാണ് നമ്മൾ വി ഐ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർവേഡിന്റെയും റിവേഴ്സിന്റെയും കേസിലാണ്. നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കറണ്ടിന് എന്ത് സംഭവിക്കുന്നു അതാണ് വി ഐ ക്യാര പറയുന്നത്. ഓക്കെ. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ വോൾട്ടേജും വൈ ആക്സിസിൽ നമ്മൾ കറണ്ടും ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോർവേഡ് ബയസ് കണ്ടീഷനാണ് ഈ ഒരു ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, റിവേഴ്സ് ബയസ് ആണ് ഈ ഒരു റീജിയനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫോർവേഡ് ബയസ് നോക്കാം. ഫോർവേഡ് ബയസിൽ നമുക്കിപ്പം ഏകദേശം കാര്യങ്ങൾ അറിയാം, പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നതും
ഡിപ്ലീഷൻ ലെയറിന്റെ കണ്ടീഷനൊക്കെ നമുക്കിപ്പോൾ അറിയാം. ഇനിയും ഈ പി എൻ ജംഗ്ഷനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫോർവേഡ് കണ്ടീഷനിലേക്ക് കൊടുക്കാൻ പോവാം. എന്ന് പറഞ്ഞാൽ പി റീജിയണിനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയും എൻ റീജിയണിനെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലേക്കും കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മുടെ ഡിപ്ലീഷൻ ലെയർ അവിടെ ബ്രേക്ക് ചെയ്യുക അല്ലെ. ഫോർവേഡ് ബയാസിങ് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡിപ്ലീഷൻ റീജിയണിനെ അവർ ബ്രേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ കണ്ടക്ഷൻ പോസിബിൾ ആക്കും. അപ്പൊ ആദ്യം ആ ഡിപ്ലീഷൻ ലെയറിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ ഒരു വാമപ്പ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കറണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. വോൾട്ടേജ് പതുക്കെ പതുക്കെ കൂടുന്നുണ്ട്, പക്ഷെ കറണ്ട് ഒന്നുമില്ല. കാരണം എന്താ, ഇവിടെ ഡിപ്ലീഷൻ ലെയറിന്റെ ഫോർമേഷൻ നടന്നു. ആ ഡിപ്ലീഷൻ ലെയറിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ ഡിപ്ലീഷൻ ലെയറിനെക്കാട്ടിലും വലിയ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ കൊടുക്കണം. ആ ഒരു പൊട്ടൻഷ്യലിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, കറണ്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത്രയും ഒരു സമയം എന്ന് പറയുന്നത്, ഈ ഒരു വാമപ്പ് സമയം എന്ന് പറയുന്നത് ആ ഡിപ്ലീഷൻ റീജിയനെ ഓവർകം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എത്തുന്നതാണ്. കണ്ടോ, അപ്പം കണ്ടോ, അപ്പൊ ഈ ഒരു പ്ലേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജർമ്മേനിയത്തിന്റെ കേസിൽ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.3 ആയിരിക്കും, സിലിക്കണിന്റെ കേസിൽ 0.7 ആയിരിക്കും. ആഫ്റ്റർ 0.3 അല്ലെങ്കിൽ ആഫ്റ്റർ 0.7 വോൾട്ടിന് ശേഷം പതുക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടിനുള്ള ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്പൊ ഇതാണ് ഫോർവേഡ് ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നേരെ നമുക്ക് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, റിവേഴ്സ് ബയാസ് കണ്ടീഷന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പി റീജിയണിലേക്ക് എന്നും പി റീജിയണിലേക്ക് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയും എൻ റീജിയണിലേക്ക് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററിയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഡിപ്ലീഷൻ ലെയറിന്റെ ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിവേഴ്സ് ബയസ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും, കൂടി 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 വരാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ പി എൻ ജംഗ്ഷൻ മൊത്തത്തിൽ എന്തായിട്ട് മാറും, ഡിപ്ലീഷൻ ലെയറിന്റെ ഒരു വലിയൊരു ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് ഒരിക്കലും കൂടത്തില്ല. കാരണം എന്താ, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ ലെയറിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കറണ്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ഒന്നും ഇവിടെ നടക്കുന്നില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലീക്കേജ് കറണ്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അത് വളരെ ചെറിയൊരു കറണ്ട് ആണ്, മൈക്രോ ആംബിയറിലൊക്കെ ഉള്ളൊരു കറണ്ട് ആണ്. ഇനിയും ഇങ്ങനെ ഡിപ്ലീഷൻ ലെയർ കൂടി 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 ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. നമ്മുടെ ഇലക്ട്രോൺസിനും ഒരു അവലാഞ്ച് റിയാക്ഷൻ സംഭവിക്കും. ഇലക്ട്രോൺസും ഹോൾസും കൊളീഷൻ ഒക്കെ നടന്ന് അവർക്ക് ഒരു തെർമൽ എനർജി ഒക്കെ കിട്ടി അവിടെ ഒരു മൊത്തത്തിലൊരു എന്താ ചെയ്യുക, ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അപ്പൊ ബ്രേക്ക് ഡൗണിന് ശേഷം നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, കറണ്ട് കൂടുന്നതായിട്ട്. ഇതിനെയാണ് നമ്മൾ സെനാർ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അവലാഞ്ച് റീജിയൺ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഒരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സീറോ ബയാസും ഫോർവേഡും റിവേഴ്സും മൂന്നും നമ്മൾ മെൻഷൻ ചെയ്യണം. സീറോ നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റത്തില്ല, കാരണം സീറോ ബയസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് കണ്ടീഷനാണ്. അവിടെ പ്രത്യേകിച്ച് കറണ്ടുകളൊന്നുമില്ല, ഡ്രിഫ്റ്റും ഡിഫ്യൂഷനും കൂടി ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത് കൊണ്ട്. പിന്നെ ഈ ഗ്രാഫ് വരച്ചിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. എക്സ്പ്ലനേഷൻസ് ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ ഞാൻ എക്സ്പ്ലനേഷൻസ് ഓരോന്നും നമ്മുടെ സീറോ ബയസ് കണ്ടീഷൻ, ഫോർവേഡ് ബയസ് കണ്ടീഷൻ, റിവേഴ്സ് ബയസ് കണ്ടീഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളായിരിക്കണം നമ്മൾ എഴുതേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയോഡ് ഇക്വേഷൻ. ഡയോഡ് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് കുറച്ച് നൊട്ടേഷൻസ് ഒക്കെ നോക്കാം. നമുക്കറിയാം ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫോർവേഡ് ബയസിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടോ, പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി എന്ന് പറയുന്നത് പി റീജിയണിലേക്കും നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി എന്ന് പറയുന്നത് എൻ റീജിയണിലേക്കും നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കറണ്ട് ഓഫ് ദ ഡയോഡിന്റെ മൊത്തം കറണ്ട് എന്ന് പറയുന്നത് IP പ്ലസ് IN ആയിട്ട് നമുക്ക് എഴുതാം. ഹോൾ കറണ്ടും ഇലക്ട്രോൺ കറണ്ടും IP പ്ലസ് IN ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇതിനകത്തുള്ള കുറച്ച് നൊട്ടേഷൻസ് നമുക്ക് നോക്കാം. IP എന്ന് പറഞ്ഞാൽ ഹോൾ കറണ്ട്. ഹോൾ കറണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഹോൾ ഡെൻസിറ്റി അല്ലേ. ഹോൾ കറണ്ട് എന്ന് പറയുന്നത് ഹോളിന്റെ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കറണ്ട് IN എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കേസ് 1 നോക്കാൻ പോകുന്നത് സ്വിച്ച് ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇനി ഇവിടെ വേറെ രണ്ട് നോട്ടേഷൻസ് ഉണ്ട്, PP NN. PP എന്ന് പറയുന്നത് ഹോൾ ഡെൻസിറ്റി ഇൻ പി റീജിയണും
എൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ എൻ റീജിയനും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്തത് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് പി പി ഇസ് ഈക്വൽ ടു പി എൻ ഇ റേസ് ടു വി ബി ബൈ വി ടി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഹോളും ഇലക്ട്രോണും ഇവരുടെ രണ്ടുപേരുടെയും ഡെൻസിറ്റി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആണ് എന്നുള്ളൊരു റിലേഷൻ. എന്ന് പറഞ്ഞാൽ ഹോള് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് കുറയുന്നു എന്നുള്ളൊരു രീതിയാണ്. പി പി ഇസ് ഈക്വൽ ടു പി എൻ ഇ റേസ് ടു വി ബി ബൈ വി ടി. വി ബി എന്ന് പറയുന്നത് ബാരിയർ പൊട്ടൻഷ്യൽ ആയിരിക്കും. നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത സമയത്ത് ബാരിയർ പൊട്ടൻഷ്യലിനെ B0 ആണ്. ബയാസിങ് ഒന്നും ഇല്ലാത്ത സമയത്ത് B0 ആയിട്ടായിരിക്കും ബാരിയർ പൊട്ടൻഷ്യലിനെ കൺസിഡർ ചെയ്യുക. ബയാസിങ് വെച്ച് കഴിയുമ്പം ബാരിയർ പൊട്ടൻഷ്യൽ നമ്മൾ വി ബി ആയിട്ട് മാറ്റുന്നു. പിന്നെ വി ടി എന്ന് പറയുന്നത് വോൾട്ട് ഇക്വലന്റ് ടെമ്പറേച്ചർ. ഇവിടെ ഈ ഒരു സമയത്ത് ക്രിസ്റ്റലിൽ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ഇവിടുത്തെ വി ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് കേസ് എന്താ എടുക്കുന്നത്? സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ ആയിരുന്നു. സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ബയാസിങ് ഒന്നും തന്നെ ഇല്ല, അല്ലേ? അപ്പം ബയാസിങ് ഒന്നും ഇല്ലെങ്കിൽ അൺബയാസ്ഡ് കണ്ടീഷനാണ്. അൺബയാസ്ഡ് കണ്ടീഷനിൽ വി ബി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു ബയാസിങ് ഇല്ലാത്തപ്പം ബാരിയർ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു V0 ആയിട്ട് നമ്മൾ എഴുതി. വി ബി ഇസ് ഈക്വൽ ടു V0. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് പി പി ഇസ് ഈക്വൽ ടു പി എൻ ഇ റേസ് ടു വി ബിക്ക് പകരം V0 ബൈ വി ടി എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ കൊടുത്തു. ഇനി കേസ് 2 സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സ്വിച്ച് ക്ലോസ്ഡ് ആവുന്ന കണ്ടീഷൻ. സ്വിച്ച് ക്ലോസ്ഡ് ആവുന്ന ഏത് കണ്ടീഷനാണ്? ഫോർവേഡ് ബയസ് കണ്ടീഷനായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ നമുക്കറിയാം എക്സ്റ്റേണൽ വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യലിനെ ഒപ്പോസ് ചെയ്യുക. ഒപ്പോസ് ചെയ്ത് ബാരിയർ പൊട്ടൻഷ്യൽ ആ ലെയറിനെ കുറച്ച് കണ്ടക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കുക, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ വി ബി ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? V0 മൈനസ് വി ആയിട്ട് മാറി. എഗനസ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന പൊട്ടൻഷ്യലിനെ നമ്മുടെ ബയാസിങ് കണ്ടീഷൻ വോൾട്ടേജ് എന്താക്കുക? കുറയ്ക്കുകയാണ് ചെയ്യുക. സോ വിത്ത് ഫോർവേഡ് ബയാസ് ദ ഹോൾ ഡെൻസിറ്റി ഇൻ ദ എൻ റീജൺ ഇൻക്രീസസ് ഫ്രം. അപ്പോൾ പതുക്കെ എന്ത് ചെയ്യും? എൻ റീജണിലുള്ള ഹോളിന്റെ ഡെൻസിറ്റികൾ കൂടാൻ തുടങ്ങും. മൂവ്മെന്റ് നടക്കും, ഹോളിന്റെ ഡെൻസിറ്റി കൂടും. അപ്പോഴത്തേക്ക് നമുക്ക് എന്തെടുക്കാം? പി എന്നിനെ നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്തു, അല്ലേ? അപ്പൊ പി എൻ ഈസ് ചേഞ്ച് ടു പി എൻ പ്ലസ് ഡെൽറ്റ പി. ആ ചെറിയ ഇൻക്രീസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോ ഇനി നമുക്ക് എന്തെഴുതാം? therefore പി പി ഇസ് ഈക്വൽ ടു, നൗ ഇക്വേഷൻ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? പി പി ഇസ് ഈക്വൽ ടു പി എൻ ഉള്ളായിരുന്നു, ഇപ്പൊ പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ ആയി. ഇ റേസ് ടു V0 മൈനസ് വി ബൈ വി ടി എന്ന് നമുക്ക് എഴുതാം. ഇനിയും ഇതെന്താ ചെയ്യുന്നത്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ ഇ റേസ് ടു V0 ബൈ വി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് വി ബൈ വി ടി. ഈ ഇ റേസ് ടു V0 മൈനസ് വി ബൈ വി ടിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുക കേട്ടോ. LHS ഓഫ് ബോത്ത് 2 and 3 ആർ ഈക്വൽ. നിങ്ങൾ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കൂടെ നോക്കിയാൽ അറിയാം. LHSൽ കിടക്കുന്ന എന്താ? രണ്ടും പി പി ആണ്, അല്ലേ? ഹോൾ ഡെൻസിറ്റി ഇൻ പി റീജിയൺ ആണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ LHS ഈക്വൽ ആണെങ്കിൽ നമുക്ക് RHSനെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ RHS രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. സോ പി എൻ ഇ റേസ് ടു V0 ബൈ വി ടി ഇസ് ഈക്വൽ ടു പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ ഇ റേസ് ടു V0 ബൈ വി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് വി ബൈ വി ടി എന്ന് കിട്ടി. ഇനിയും കട്ടായി പോവും. LHSലെ ഇ റേസ് ടു V0 ബൈ വി ടിയും RHSലെ ഇ റേസ് ടു V0 ബൈ വി ടി ഇത് രണ്ടും കൂടെ കട്ടായി പോകും. അപ്പോൾ പി എൻ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? പി എൻ ഇസ് ഈക്വൽ ടു പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ ഇ റേസ് ടു വി മൈനസ് വി ബൈ വി ടി എന്ന് കിട്ടും. ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. റീഅറേഞ്ച് ചെയ്ത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യണേ. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് എഴുതുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? പി എൻ ഇ റേസ് ടു വി ബൈ വി ടി ഇസ് ഈക്വൽ ടു പി എൻ പ്ലസ് ഡെൽറ്റ പി എൻ. ഇത് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. പിന്നെ ഓൾറെഡി നമ്മുടെ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇത്രയും നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യുക? ഡെൽറ്റ പി എൻ ഇസ് ഈക്വൽ ടു അതിനെ തന്നെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തെഴുതും. പി എൻ ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് പി എൻ എന്ന് എഴുതി. സോ ഡെൽറ്റ പി എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ രണ്ടിടത്തും പി എൻ ഉണ്ട്, അതുകൊണ്ട് കോമൺ ആയിട്ട് എടുത്തു. പി എൻ ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, വലിയ മാറ്റമൊന്നുമില്ല, കോമൺ ആയിട്ട് എടുത്തു. അത് മാത്രമേ ആകെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനി ഇക്വേഷൻ നമ്പർ 2 നോക്കുക.
അപ്പം ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് നോക്കണം കേട്ടോ. ഞാൻ സ്ലൈഡ് ബാക്കിലോട്ട് പോകുന്നില്ല. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിനകത്ത് മെർജ് ചെയ്ത് കയറി വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എങ്ങനെ എഴുതാം? പി എൻ ഇസ് ഈക്വൽ ടു പി പി ഇ റേസ് ടു മൈനസ് വി സീറോ ബൈ വി ടി എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2 ഞാൻ പി എൻ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 നോക്കണം. അതിനകത്തുനിന്ന് പി എൻ ഇസ് ഈക്വൽ ടു എന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ ഫോം ചെയ്തേക്കുക. അപ്പം നമുക്കതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കിട്ടി. പുട്ടിങ് 5 in 4. ഇനിയും ഇക്വേഷൻ നമ്പർ 5 നമ്മൾ 4ലേക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു. ഈ പി എന്നിൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ കൊടുത്തു. അപ്പോൾ ഡെൽറ്റ പി എൻ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? പി പി ഇ റേസ് ടു മൈനസ് വി സീറോ ബൈ വി ടി ഇൻറ്റു ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 6. ഇനിയും നമുക്കറിയാം നമ്മളെ ഫസ്റ്റിൽ നമ്മൾ ഈ ഡയോഡ് ഇക്വേഷൻ തുടങ്ങിയ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഐ പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ ഹോൾ കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി എൻ ചേഞ്ച് ഇൻ ഹോൾ ഡെൻസിറ്റി ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡെൽറ്റ പി എന്നിനെ നമുക്കൊരു വാല്യൂ കഴിഞ്ഞ ഇക്വേഷൻ നമ്പർ 6 നമുക്ക് കിട്ടി. അത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഐ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി പി ഇ റേസ് ടു മൈനസ് വി സീറോ ബൈ വി ടി ഇൻറ്റു ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇനി നോക്കിക്കേ ഇവിടെ ഇത്രയും ടേം പി പി ഇ റേസ് ടു മൈനസ് വി സീറോ ബൈ വി ടി എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഐ എസ് പി എന്ന് വിളിക്കുക. സോ ഐ പി ഇസ് ഈക്വൽ ടു ഐ എസ് പി ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1. അപ്പം ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു വന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഐ എന്നിനെ എങ്ങനെ എഴുതാം? ഐ എൻ ഇങ്ങനെ ചെയ്തു വരേണ്ട ആവശ്യമില്ല. ഐ പി എന്ന് പറയുന്നത് ഇങ്ങനെ വരുമെങ്കിൽ ഐ എൻ എന്ന് പറയുന്നത് എന്താ ഹോൾ ഇലക്ട്രോൺ കറണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഐ പി ഇസ് ഈക്വൽ ടു ഐ എസ് പി ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 ആണെങ്കിൽ ഇലക്ട്രോൺ കറണ്ടിനെ നമുക്ക് ഐ എസ് എൻ ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1. അത്രേ ഉള്ളൂ വേരിയേഷൻ. ഇനി നമുക്കറിയാം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോൺ കറണ്ടും ഹോൾ കറണ്ടുമാണ്. സോ ടോട്ടൽ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഐ പി പ്ലസ് ഐ എൻ ആയിട്ട് എഴുതി. ഐ പിയുടെ വാല്യൂ നമുക്കറിയാം, ഐ എന്നിൻ്റെ വാല്യൂ അറിയാം. അത് എഴുതി. ഐ എസ് പി ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 പ്ലസ് ഐ എസ് എൻ ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോമൺ എടുത്തു. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1 ഇൻറ്റു ഐ എസ് പി പ്ലസ് ഐ എസ് എൻ എന്ന് കിട്ടി. ഇവിടെ ഐ എസ് പി പ്ലസ് ഐ എസ് എന്നിനെ നമ്മൾ രണ്ടും കോൺസ്റ്റന്റുകളാണല്ലോ, അതിനെ ഒറ്റൊരു കോൺസ്റ്റന്റ് ആക്കി I0 എന്നാക്കി മാറ്റി. സോ ഐ ഇസ് ഈക്വൽ ടു I0 ഇ റേസ് ടു വി ബൈ വി ടി മൈനസ് 1. ഇതിനെയാണ് നമ്മൾ ഡയോഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയോഡ് കറണ്ട് ഇക്വേഷൻ എന്ന് വിളിക്കുക. ഐ എന്ന് പറയുന്നത് നമ്മുടെ ഡയോഡ് കറണ്ട് ആണ്. വി നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആണ്. ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് I0 എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്ന ഒരു ടേം ആണ് കേട്ടോ. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു I0 ഇ റേസ് ടു വി ബൈ, ഇനിയും വി ടിയുടെ കൂടെ നമുക്ക് ഈറ്റ എന്നൊരു ടേമും കൂടെ വരും. അത് മെറ്റീരിയൽ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത് വരും. ജെർമേനിയത്തിൻ്റെ കേസിൽ 1, സിലിക്കണിൻ്റെ കേസിൽ ഈറ്റ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എന്ത് എഴുതാം? ഐ ഇസ് ഈക്വൽ ടു I0 ഇ റേസ് ടു വി ബൈ ഈറ്റ വി ടി മൈനസ് 1. ഇതാണ് ഡയോഡ് കറണ്ട് ഇക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നിങ്ങൾ നോക്കണം. നോക്കാണ്ട് പോകരുത്. ഏതൊക്കെയാണെന്നറിയാമോ? നമ്മുടെ എനർജി ബാൻഡ് ഡയഗ്രാംസ് ഉണ്ടല്ലോ, ഫോർവേഡിൻ്റെ റിവേഴ്സിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാംസ്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഫെർമി എനർജി ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടെ കയറി വരുന്നുണ്ട്, അതുകൂടെ നോക്കണം. അപ്പോൾ അതെല്ലാം കൂടെ പറയുമ്പോഴത്തേനും നമ്മുടെ ലെക്ചർ സിമിലർ ആയി പോകും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണല്ലോ ഇത്രയും പറഞ്ഞത്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.